സച്ചിൻ ടെണ്ടുൽക്കറും നിവിൻ പോളിയും ഒരേ വേദിയിലെത്തിയാൽ എങ്ങനെയിരിക്കും? ISLൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തലതൊട്ടപ്പൻ കൂടിയായ ഇന്ത്യ കണ്ട ഇതിഹാസ താരം സച്ചിൻ ടെണ്ടുൽക്കർ ഈ സീസണിലെ ടീം പ്രഖ്യാപനത്തിനായി കൊച്ചിയിൽ വന്നു. 1983 എന്ന സിനിമയിലൂടെ സച്ചിനോടുള്ള ആരാധന വ്യക്തമാക്കിയ നിവിൻ പോളിയും ടീം പ്രഖ്യാപനത്തിനായി വേദിയിലെത്തി. अरे सचिन भाई, Our very own superstar, ladies and gentlemen, Nivin Pauly. Lovely to have you here. Little bit nervous. Let me go and ask him. Yes, Nivin, tell me, how are you, first of all? I'm good. How are you? Very good. Are you feeling nervous? Definitely. See, like every Indian, I'm also a huge fan of Sachin Tendulkar. I wish to meet him in my life. And after coming to cinemas, I've tried many ways, but I couldn't. But right now, I'm standing next to him. It's like a priceless moment for me. So thank you, sir, for this opportunity, to the entire team. I used to think that I'm still young, but തലവെട്ടം കാണുമ്പോ തൊട്ടു തുടങ്ങുണരിക്കളിയാട്ടം തിരിവെട്ടം താണാലും തീരാപ്പൊടിപൂരം തലമുത്തൊരു പേരാലും കൊമ്പിലിരിക്കണ തത്തപറമ്പ് പതിവാണേ പാടത്തി തകതി തകമേളം മഴതുള്ളിപ്പല്ലിട്ടെ വെയിലാളിക്കത്തട്ടെ രസമൊട്ടും ചോരാതെ ഈ മേളം നീളട്ടെ കരചുറ്റും പൂങ്കാറ്റെ കരയേഴും കേൾക്കട്ടെ അതിനൊപ്പം കൂടാൻ മാളോരെല്ലാം പോന്നാട്ടെ തലവെട്ടം കാണുമ്പോ തൊട്ടു തുടങ്ങുണരിക്കളിയാട്ടം തിരിവെട്ടം താണാലും തീരാപ്പൊടിപൂരം തലമുത്തൊരു പേരാലും കൊമ്പിലിരിക്കണ തത്തപറമ്പ് പതിവാണേ പാടും തകതിത്തകമേളം. Actually, Mr. Tendulkar, he was part of a fantastic movie called 1983, which was all about cricket, actually. So he's a huge fan. It's actually about your life. Kerala Blasters! മറക്കാനാകാത്ത നിമിഷം. ഈ വട്ടമെങ്കിലും ISLന്റെ കപ്പിൽ മുത്തമിടാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിയട്ടെ എന്ന് ആശംസിക്കാം. ചിലരിങ്ങനെ ആത്മാർത്ഥമായി തന്നെ കളിക്കുമ്പോൾ മറ്റു ചിലർ ഒത്തുകളിക്കുള്ള സാധ്യതകളും തേടുന്നുണ്ട്. KM മാണിയെപ്പോലെ ചിലർ. MK ദാമോദരനെ വിജിലൻസ് കേസിന്റെ വാദം ഏൽപ്പിച്ചാൽ പിണറായി സർക്കാരുമായി വല്ല ഒത്തുകളിയും നടക്കുമോ എന്ന സാധ്യത. എന്തായാലും വിജിലൻസിന്റെ കെണിയിൽ അകപ്പെട്ട K ബാബുവും ദാമോദരൻ വഴി വല്ല രക്ഷയുമുണ്ടോ എന്ന് നോക്കി തുടങ്ങിയത്രേ. എല്ലാവർക്കും രക്ഷകനായി ഒരു MK ദാമോദരൻ ഈ നാട്ടിലുണ്ടല്ലോ എന്നോർക്കുമ്പോഴാണ് സമാധാനം. ഇന്നത്തെ സമയം തീരാറായിരിക്കുന്നു. പ്രധാന കുത്തിത്തിരിപ്പുകൾ ഒരിക്കൽ കൂടി. ഓണം ആഘോഷിക്കുന്നത് വാമനനെ ഓർമ്മിക്കാനെന്ന് പുതിയ കണ്ടുപിടുത്തം. വാമനൻ സാമ്രാജ്യത്വവാദിയായ മഹാബലിയെ ഓടിച്ചുവിട്ട സ്വാതന്ത്ര്യ സമര സേനാനി. വാമൻ ഒരു സാമ്രാജ്യത്വത്തിനെതിരെ ഒരു കുഞ്ഞിക്കാല് വെച്ച സ്വാതന്ത്ര്യ സമരത്തിന്റെ. എനിക്കിവിടെ വർത്തമാനം കേട്ടിട്ട് ചൊറിഞ്ഞോണ്ട് വരുത്. പിന്നെ നീളത്തിലുണ്ട് പ്ലാസ്റ്ററും കൂടെ മേടിച്ചോണേ, എവിടെ വായിലൊട്ടിക്കാനാ. സാമ്രാജ്യത്വത്തിനെതിരെ ഒരു കുഞ്ഞിക്കാല് വെച്ച സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരുപക്ഷെ നമുക്കൊക്കെ ഉള്ള പ്രേരണയായിട്ട് വാമനെ കാണാം. വട്ടാണല്ലേ. എന്നോട് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നു, അതെന്താ? വാമനത്തരങ്ങൾ കണ്ടെത്തിയ ശശികല വീണ്ടും സംഖ്യകൾക്ക് മാതൃകയായി. മഹാബലി വരുന്നു എന്നുള്ളൊരു ധാരണ എങ്ങനെയോ അത് ഇടക്കാലത്ത് വന്നൊരു ട്വിസ്റ്റാണത്. പലരും അതിൽ കയറി കൊളുത്തിയെങ്കിലും അന്ന് ചോദിച്ചൊരു ചോദ്യം ഇന്നും ഉത്തരം കിട്ടാതെ കിടക്കും. അമ്പലപ്പറമ്പുകളിൽ നിന്ന് ഓടിക്കുന്ന RSSകാരുടെ ഓർമ്മയ്ക്കായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സെക്രട്ടേറിയറ്റ് വളപ്പിൽ തെങ്ങിൻ തൈ നട്ടു. ഞാനൊരു മലയാളി എന്നും മണ്ണിൻ കൂട്ടാളി എന്നും മതിലുകളില്ല സ്നേഹത്തേരാളി. എന്താടാ നിന്റെ ഡിഗ്രി? നിന്റെ വില ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. അതാ ആ നിൽക്കുന്ന 18-ാം പട്ട തെങ്ങ്. തന്നെക്കാൾ തമാശ കാണിക്കുന്നവർ കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് EP ജയരാജൻ. ആക്രമികളുടെ നേതാവ് ശിവൻകുട്ടി എന്ന് BJP. CPM നേതാവ് ശിവൻകുട്ടിയുണ്ട്. ഇനി നീ എങ്ങാനും ശബരിമലയിൽ പോകുന്നതിന് കാത്തിരിക്കാൻ തയ്യാറായി മഹിളാ മണികൾ. തങ്ങൾ കാത്തിരുന്നതുപോലെ ഒരു കാഞ്ചനമാലയും ഒരു മൊയ്തീനെയും കാത്തിരുന്നില്ല എന്ന് മഹിളാ മോർച്ച. കേരള ബ്ലാസ്റ്റേഴ്സിനെ കപ്പണിയിക്കാൻ സച്ചിൻ ടെണ്ടുൽക്കർ നിവിൻ പോളി സംഗമം. अरे सचिन भाई,
used to think that I'm still young, but തലവെട്ടം കാണുമ്പോ തൊട്ടു തുടങ്ങുണരിക്കളിയാട്ടം തിരിവെട്ടം താണാലും തീരാപ്പൊടി പൂരം തലമുത്തൊരു പേരാലും മുമ്പിലിരിക്കണ തത്തപറമ്പും പതിവാണേ പാടത്തി തകതിത്തകമേണം. സിനിമയിൽ അഭിനയിക്കും പോലെയല്ല ക്രിക്കറ്റ് കളി എന്ന് നിവിന് സച്ചിന്റെ ഉപദേശം. ഒത്തുതീർപ്പുകളില്ലാത്ത കളികൾ കളിക്കാൻ നാളെ വീണ്ടും വരാം. അതുവരെ നന്ദി, നമസ്കാരം.